ഹലോ ഹായ്. അപ്പം ഞാനിന്നിവിടെ ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവിൽ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം അവിലും തേങ്ങയും കൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ച് വെച്ചേക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ശർക്കരയുണ്ട്, പിന്നെ നമ്മുടെ ഗോതമ്പ് മാവുണ്ടല്ലോ അത് കുഴച്ചിട്ട് മാവ് കലക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. മാവ് നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം ശർക്കര ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രം അതിന് വേണ്ടിയിട്ടേ ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ദോശക്കല്ലൊന്ന് ചൂടായതിന് ശേഷം എണ്ണ തേച്ച് കൊടുക്കാം. കല്ല് ചൂടായിട്ടുണ്ട്. ദോശയൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം അതിനകത്തോട്ട് നേരത്തെ മിക്സിയിലടിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, തേങ്ങയും അവിലുമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. വലിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അയക്കണം. ഇതിനൊന്ന് നമുക്ക് ഇങ്ങനെ അടച്ച് ഒന്ന് കമഴ്ത്തി ഇങ്ങനെ വയ്ക്കാം. ഒന്ന് രണ്ട് ഭാഗവും ഇങ്ങനെ ഒന്ന് മടക്കി വയ്ച്ചു കൊടുക്കാം. കറണ്ടില്ലാതെ വെട്ടം കുറവ്, കറണ്ട് പോയി. ഇനി നമുക്ക് അടുത്ത വശവും കൂടി ഒന്ന് മറിച്ചിടാം. നമുക്ക് പ്ലേറ്റിലേക്ക് നമ്മുടെ അവിൽ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവി കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞ് എങ്ങനെയുണ്ടെന്ന്.